ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇത് നമ്മുടെ 11ാമത്തെ ക്ലാസ് ആണ്. ഇതിൽ നമ്മൾ 50 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ ശ്രദ്ധയോടെ കണ്ടു തീർക്കണം. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ പറയാൻ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ജമ്മു കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന കൽഹണന്റെ കൃതി ഏതാണ്? രാജതരംഗിണി. ജമ്മു കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന കൽഹണന്റെ കൃതി ഏതാണ്? രാജതരംഗിണി. വിധവകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി അഭയകിരണം. വിധവകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി അഭയകിരണം. കേരളത്തിൽ പ്രാചീന ഗുഹാ ചിത്രങ്ങൾക്ക് പ്രസിദ്ധമായ എടക്കൽ ഗുഹകൾ ഏത് ജില്ലയിലാണ്? വയനാട്. കേരളത്തിൽ പ്രാചീന ഗുഹാ ചിത്രങ്ങൾക്ക് പ്രസിദ്ധമായ എടക്കൽ ഗുഹകൾ ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിൽ. കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിക്കാൻ കാരണക്കാരായ വിദേശികൾ ആര്? പോർച്ചുഗീസുകാർ. കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിക്കാൻ കാരണക്കാരായ വിദേശികളാണ് പോർച്ചുഗീസുകാർ. ചവിട്ടുനാടകം ആരുടെ സംഭാവനയായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. അവിടെ നമ്മൾ എന്താണ് ആൻസർ എഴുതേണ്ടത്? പോർച്ചുഗീസുകാരെന്ന് എഴുതണം. 19ാം നൂറ്റാണ്ടിലെ സ്പിരിറ്റ് ഓഫ് ലോസ്, നിയമങ്ങളുടെ അന്തസത്ത എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മൊണ്ടസ്ക്യൂ. 19ാം നൂറ്റാണ്ടിലെ സ്പിരിറ്റ് ഓഫ് ലോ, നിയമങ്ങളുടെ അന്തസത്ത എന്ന പുസ്തകം രചിച്ചത് മൊണ്ടസ്ക്യൂ. അപ്പൊ സ്പിരിറ്റിന് വേണ്ടിയിട്ട് എല്ലാവരും ക്യൂ നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കണക്ട് ചെയ്യാം. മൈ ട്രൂത്ത് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ പുസ്തകമാണ് മൈ ട്രൂത്ത്. പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട് 1957 രൂപീകരിച്ച കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട് 1957 രൂപീകരിച്ച കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ 1983 നിയമിച്ച കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ 1983 നിയമിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. ചലിക്കുന്ന രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ചലനത്തെ എതിർക്കുന്ന ബലം ഏതാണ്? ഘർഷണ ബലം, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ചലിക്കുന്ന രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള ചലനത്തെ എതിർക്കുന്ന ബലം. ഇന്ത്യൻ ഭരണഘടനയുടെ 300A വകുപ്പ് പ്രകാരം ഏത് അവകാശമാണ് നിയമപരമായ അവകാശമാക്കി മാറ്റിയത്? സ്വത്തവകാശം. അപ്പൊ നമുക്കറിയാം, സ്വത്തവകാശം മുൻപ് മൗലികാവകാശങ്ങളെ കൂട്ടത്തിൽ പെട്ടിരുന്നതാണ്. പിന്നീട് അതിനെ എന്താക്കി മാറ്റിയതാണ്? നിയമപരമായ അവകാശമാക്കി മാറ്റി. 300A ഇപ്പോൾ അതിനെ കാണാൻ പറ്റുക. ഇന്ത്യൻ ഭരണഘടനയുടെ 300A വകുപ്പ് പ്രകാരം നിയമപരമായ അവകാശമാക്കി മാറ്റിയതാണ് എന്തിനെ? സ്വത്തവകാശത്തെ. ആഗോള താപനത്തിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്ന ഹരിതഗൃഹവാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ആഗോള താപനത്തിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്ന ഹരിതഗൃഹവാതകം കാർബൺ ഡൈ ഓക്സൈഡ്. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 എന്ന സംരംഭം ആരംഭിച്ച ഭരണഘടനാ സ്ഥാപനം ഏതാണ്? നീതി ആയോഗ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ഏതാണ്? ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരമാണ് ചണ്ഡീഗഡ്. നീല വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യ ഉൽപാദനം. നീല വിപ്ലവം, ബ്ലൂ റവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യ ഉൽപാദനം. കേരളത്തിലെ ജനസമ്പർക്ക പരിപാടിക്ക് ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം ലഭിച്ച മുഖ്യമന്ത്രി ആര്? ഉമ്മൻചാണ്ടി. കേരളത്തിലെ ജനസമ്പർക്ക പരിപാടിക്ക് ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം ലഭിച്ച മുഖ്യമന്ത്രി ആര്? ഉമ്മൻചാണ്ടി. വിമുക്തി മിഷൻ ഏത് ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്? ലഹരി വിമുക്ത കേരളം. വിമുക്തി മിഷൻ ഏത് ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്? ലഹരി വിമുക്ത കേരളം. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? ബേപ്പൂർ മുതൽ തിരൂർ വരെ. വർഷം 1861. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861
ഇത് സാധ്യമായത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂർ ജില്ല. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ആനമുടി. പൗരന്മാരുടെ മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A പൗരന്മാരുടെ മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? പാൻക്രിയാസ്. പാൻക്രിയാസിന്റെ സ്ഥാനം ആമാശയത്തിന് താഴെ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പാൻക്രിയാസ്. രാത്രികാലങ്ങളിൽ കാഴ്ച കുറയുന്ന നിശാന്തത ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ എ. രാത്രികാലങ്ങളിൽ കാഴ്ച കുറയുന്ന നിശാന്തത ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ എ. സിറോഫ്താൽമിയ വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ്. ഭാരതപ്പുഴയുടെ നീളം എത്രയാണ്? 209 കിലോമീറ്റർ. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ. കേരളത്തിലെ ഏക കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിൽ. കേരളത്തിലെ ഏക കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിൽ. വായുവിൽ ശബ്ദത്തിന്റെ വേഗത എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ്. വായുവിൽ ശബ്ദത്തിന്റെ വേഗത ഏകദേശം 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കും. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അത് ത്വക്ക്, സ്കിന്നാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാൽ കരൾ, ലിവർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് 1911 നടന്ന വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ സൺ യാറ്റ് സെൻ. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് 1911 നടന്ന വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ സൺ യാറ്റ് സെൻ. വർഷം ഓർക്കുക, 1911. ചൈനയിൽ കുമിന്താങ് പാർട്ടി സ്ഥാപിച്ചതും സൺ യാറ്റ് സെൻ ആണ്. ചൈനയിൽ കുമിന്താങ് പാർട്ടി സ്ഥാപിച്ച നേതാവാണ് സൺ യാറ്റ് സെൻ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ. സതി നിരോധിച്ച വൈസ്രോയി വില്യം ബെന്റിക് പ്രഭു. സതി നിരോധിച്ച വൈസ്രോയി ആരാണ്? വില്യം ബെന്റിക് പ്രഭു. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? 1891. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ആഹ്വാനം ചെയ്തത് ശ്രീനാരായണ ഗുരു. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം 1950 ജനുവരി 28. അപ്പൊ ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷമാണ് എന്ത് വരുന്നത്? സുപ്രീം കോർട്ട് വരുന്നത്. രണ്ടാമത്തെ ദിവസമാണ് വരുന്നത്. 1950 ജനുവരി 28. ഇന്ത്യൻ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത പ്രമുഖ മലയാളി ആര്? സി കൃഷ്ണൻ നായർ. 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത പ്രമുഖ മലയാളി സി കൃഷ്ണൻ നായർ.
സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ച വർഷം 1939. സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ച വർഷം ഏതാണ്? 1939. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭു ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്? 1911 കൽക്കട്ട സമ്മേളനത്തിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്? 1911 കൽക്കട്ട സമ്മേളനത്തിലാണ്. ഇന്ത്യയിൽ ഹോം റൂൾ ലീഗ് പ്രസ്ഥാനം ആരംഭിച്ചത് ആരെല്ലാം ചേർന്നാണ്? ആനി ബസന്റും ബാലഗംഗാധര തിലകും. ഇന്ത്യയിൽ ഹോം റൂൾ ലീഗ് പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റും ബാലഗംഗാധര തിലകും ചേർന്നാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം 1917. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകിനെ വിശേഷിപ്പിച്ചത് ആര്? വാലന്റൈൻ ഷിറോൾ. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്ന് ബാലഗംഗാധര തിലകിനെ വിശേഷിപ്പിച്ചത് ആരാണ്? വാലന്റൈൻ ഷിറോൾ. 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭു. അപ്പം ഇന്ത്യയുടെ എന്ത് ചെയ്തു? ഇന്ത്യനെ വേർപ്പെടുത്താണ്. അപ്പൊ ഇന്ത്യയുടെ കഴുത്തിൽ വെച്ചിട്ട് തന്നെ അതിനെന്ത് ചെയ്തു? വിഭജിച്ചു. എന്നാലേ ഇന്ത്യനെ തകർക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആരത് ചെയ്തത്? കഴ്സൺ പ്രഭു ആണ് ചെയ്തത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാബായ് നവറോജി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാബായ് നവറോജി. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം 1901 കൽക്കട്ട സമ്മേളനമാണ്. ഗാന്ധിജി അധ്യക്ഷനായതല്ല ചോദിച്ചത്, ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തതാണ് ചോദിച്ചത്. ആദ്യമായി പങ്കെടുത്ത INC സമ്മേളനം 1901 കൽക്കട്ട സമ്മേളനമാണ്. ഗാന്ധിജി അധ്യക്ഷനായത് ബൽഗാം സമ്മേളനത്തിലാണ്. നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? വകുപ്പ് 40. ഗ്രാമപഞ്ചായത്ത് എന്ന ഒരു വാക്കിന് പകരം വില്ലേജ് പഞ്ചായത്ത് എന്ന് മുൻപ് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഒരു സംശയം തോന്നരുത്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? വകുപ്പ് 40. വില്ലേജ് പഞ്ചായത്ത് എന്ന് ചോദിച്ചാലും വകുപ്പ് 40. ആഗോള താപനത്തിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്ന ഹരിതഗൃഹവാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ആഗോള താപനത്തിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്ന ഹരിതഗൃഹവാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മനുഷ്യഹൃദയത്തിന്റെ പേസ് മേക്കർ SA നോഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വലത് ഏട്രിയത്തിന്റെ വലത് മുകളിലെ കോണിലാണ്. മനുഷ്യഹൃദയത്തിന്റെ പേസ് മേക്കർ SA നോഡ് സ്ഥിതി ചെയ്യുന്നത് വലത് ഏട്രിയത്തിന്റെ വലത്തെ മുകൾ കോണിലാണ്. കുട്ടികളിലെ പ്രമേഹ ചികിത്സയ്ക്കായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി മിഠായി പദ്ധതി. കുട്ടികളിലെ പ്രമേഹ ചികിത്സയ്ക്കായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി മിഠായി പദ്ധതി. ഇനി നിങ്ങൾക്കുള്ള 4 ചോദ്യങ്ങളാണ്. 1. പ്രാചീന മലയാളം ആരുടെ പ്രശസ്തമായ കൃതിയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 2. ഇന്ത്യൻ ഭരണഘടനയുടെ 2ാം ഭാഗം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? നമ്പർ 3. 1857 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് ആര്? ക്വസ്റ്റ്യൻ നമ്പർ 4. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്?
ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ക്ലാസ് വരേക്കും ബൈ ഫ്രണ്ട്സ്.